ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ്. അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കെ, ഇതിന് ആവശ്യമായ സാധനങ്ങൾ 1.5 കിലോ ചിക്കൻ, മസാലയൊക്കെ പുരട്ടി വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് തൈരും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ 4 സവാള, മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തതാണ്. അധികം പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒറ്റ ഇതിൽ തന്നെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും, ഒരു കഷ്ണം നാരങ്ങയും, പിന്നെ 3 കപ്പ് റൈസും കൂടി വേണം. ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ്. പിന്നെ പട്ട, ഗ്രാമ്പു എന്നിവയ്ക്ക്. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും സ്പൈസസ് ഇടുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ഒണിയൻ ഇടുക. നന്നായി മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ഷാലോ ഫ്രൈ പോലെ ചെയ്യുക. നമ്മൾ മറ്റേ ബിരിയാണി ആക്കുന്ന പോലെ നല്ല രീതിയിൽ ഫ്രൈ ആക്കണമെന്നില്ല. ഷാലോ ഫ്രൈ പോലെ ചെയ്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ഇളക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർക്കുക. അതും ഒരു 2 മിനിറ്റ് നന്നായി ബോയിലാവുന്ന വരെ മിക്സ് ചെയ്യുക. ഇപ്പം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം. നന്നായി അത് പച്ചമണം മാത്രമായി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനെ നല്ല രീതിയിൽ മസാലയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മൾ 3.5 കപ്പ് റൈസിന് 4.25 കപ്പ് വെള്ളം എന്ന് വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ. അത് കുറച്ച് നേരം ഒന്ന് ചൂടായി തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചത്, അതുകൊണ്ട് തിളയ്ക്കണ്ട. പക്ഷേ പച്ചവെള്ളം ഒഴിക്കുന്നവർക്ക് തിളച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് പിഴിയാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇലകൾ, മല്ലിച്ചപ്പും പുതിനയിലയും ചേർക്കാം.
അതിനുശേഷം റൈസ് ചേർത്ത് നന്നായി അടച്ചു വയ്ക്കാം. 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ബൈ.